നമസ്കാരം. ഞാനിന്ന് പഴം പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ പുളിശ്ശേരി എന്ന് കേട്ടാൽ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരും മാമ്പഴ പുളിശ്ശേരിയാണ്. പക്ഷെ മാമ്പഴം സീസണിലായതുകൊണ്ട് നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്ന പഴം കൊണ്ടുള്ള പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി പഴുത്ത പഴം ഒരെണ്ണം, നാളികേരം അരമുറി, 1/4 സ്പൂൺ മുളക് പൊടി, ഉലുവപ്പൊടി 1/4 സ്പൂൺ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, വറ്റൽമുളക് 2 എണ്ണം, കടുക് 1/2 സ്പൂൺ, കാന്താരി മുളക് 6 എണ്ണം, ശർക്കര ചെറിയ കഷ്ണം, നല്ല ജീരകം 1/4 സ്പൂൺ, ഉപ്പ് പാകത്തിന്, പുളിയില്ലാത്ത തൈര് 1/4 കപ്പ്, നെയ്യ് 1/2 ടീസ്പൂൺ, 250 ml അളവ് പാത്രം. ഇനി പാചകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമുക്ക് ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് ചെറുതായി മുറിച്ചു വെച്ച പഴം ആഡ് ചെയ്യാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ, ഉപ്പ്, കറിവേപ്പില, 1/2 ഗ്ലാസ് വെള്ളം ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് ഒരു വിസിലിന് ശേഷം ഓഫ് ചെയ്യാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരവും പച്ചമുളകും നല്ല ജീരകവും കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒരു വിസിൽ വന്നു, ആവിയെല്ലാം പോയി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. പഴം വെന്ത് പാകമായിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കി 1-2 കഷ്ണങ്ങൾ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം അരപ്പ് അതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഒരു നുള്ള് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യും ശർക്കരയും ഇതിന് ടേസ്റ്റ് കൂടാനായിട്ടാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഉപ്പ് സ്വല്പം കുറവുണ്ട്. ഞാനൊരു 1/4 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് തിളയ്ക്കാൻ പാടില്ല. അതൊന്ന് ചെറുതായിട്ടൊന്ന് തള വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം 1 മിനിറ്റ് അടച്ചു വെച്ച് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.